അതേടാ ഒരാള് പുസ്തകം വായിക്കുവാണ്. ദേ ഇത്ര അവാർഡ് കിട്ടിയ ഒരാളാണ്. അത്രയും മാത്രമല്ല, ദേ ഇത് കണ്ടോ, ഇഷ്ടം പോലെ അവാർഡുകളാ. സന്തോഷേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മളിപ്പോ എവിടെയാണ്? നമ്മള് കോട്ടയത്താണ് നിൽക്കുന്നത്. കോട്ടയം ജില്ലയിലെ അയർക്കുന്നം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഒരാളെ കാണാൻ വേണ്ടി വന്നല്ലേ? അയാളുടെ പ്രത്യേകത കേട്ടാണല്ലോ, നിങ്ങൾ ഞെട്ടിപ്പോകത്തേ ഉള്ളൂ. നമുക്ക് എന്തായാലും ആളൊന്ന് പരിചയപ്പെടാം. സംഭവം ചെറിയ സംഭവമൊന്നുമല്ല. നമുക്കൊന്ന് പരിചയപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, കണ്ടില്ലായിരുന്നെങ്കിൽ നഷ്ടമായി പോയെന്നെ. ആള് ഡിഗ്രി തേർഡ് ഇയർ അല്ലേ പഠിക്കുന്നത്? ആണ്. പേരെന്താ മോളെ? എന്റെ പേര് ഭാഗ്യലക്ഷ്മി. ഇങ്ങനെയൊക്കെ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ നമ്മളിത് കണ്ടപ്പോ ആദ്യം ഓർത്ത് പുറത്തുള്ള ആരോന്നാണ്, മലയാളിയാന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ആദ്യം എനിക്ക് പ്രജന ഈ വീഡിയോ ഇട്ട് തന്നപ്പോ ഞാൻ വിചാരിച്ചത് എപ്പോഴുള്ളവരാ ഇത് ഹിന്ദിക്കാർ വല്ലതാണോ അങ്ങനെ ഓർത്തത്. പക്ഷെ നമ്മുടെ നാട്ടിലാണ്, കേരളത്തിലാണ്, കോട്ടയത്താണ്, അയർക്കുന്നത്താണ് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ളതാണ്. അതായത് ഒരുപാട് അവാർഡുകൾ കിട്ടിയ ഒരാളാണ്. 10 വർഷം കൊണ്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്താ ചെയ്യാൻ പോണെന്നൊക്കെ നമുക്ക് കാണാം. പ്രജന അകത്തോട്ട് കയറിയാലേ ഈ അവാർഡ് തന്നെ കണ്ടു കഴിഞ്ഞാലേ ശരിക്കും ഈ ഫലകങ്ങൾ വെക്കാൻ ചുവരുകളില്ല എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് അവാർഡുകളാണ് കിട്ടിയിരിക്കുന്നത്. എണ്ണമില്ല, കണ്ടോ, അത്രയ്ക്കായിട്ടാ വെച്ചേക്കുന്നത്. ഇത് ഉജ്ജ്വല ബാല്യം പുരസ്കാരം സർക്കാരിന്റെയാണ്. പിന്നെ വേറെ യുവപ്രതിഭ അവാർഡ്, പിന്നെ ബാക്കി മിസ്റ്റർ കോട്ടയത്തിന്റെയും മിസ്റ്റർ കേരളയുടെയും ഒക്കെ വലിയ വലിയ ഇരിക്കുന്നത്. നാഷണൽ അവാർഡ് ഉണ്ട്. പിന്നെ ബാക്കി ആദരവും കാര്യങ്ങളും. ഇങ്ങോട്ട് നോക്കിയേ, ഇവിടെ കണ്ടില്ലയോ മെഡലുകൾ ഇഷ്ടം പോലെ ആയിരിക്കുന്നത്. ഇത് ഒന്നും രണ്ടോന്നും അല്ല കേട്ടോ, കണ്ടോ എന്താ ചെയ്യുന്നതെന്ന് കാണാല്ലേ? ഒന്ന് കാണാം, എന്തെങ്കിലും ഒന്ന് കാണിച്ചേ. ഇത് കണ്ടോ, ചെറിയൊരു സാമ്പിളാണ്. കാര്യങ്ങൾ ബാക്കി വരാൻ പോകണേ. ഇനി ഡ്രസ്സൊക്കെ മാറിയിട്ട് നമുക്ക് അടുത്ത സംഭവം ചെയ്യാം. അതേടാ ഒരാള് പുസ്തകം വായിക്കുവാണ്. ഇതൊരു ചെറിയ ഇരിപ്പല്ല. അതെ അതെ അതെ, ശരിക്കും ഇതേപോലെ ഒരു കാല് ഇങ്ങനൊക്കെ വെച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ കാര്യമല്ല. ഇനി ആളുടെ ആഗ്രഹം ചോദിക്കാല്ലേ? ആഗ്രഹങ്ങൾ ചോദിക്കാം. എന്താ ആഗ്രഹം? ഇനി ഇന്റർനാഷണൽ ലെവലിലുള്ള കോമ്പറ്റീഷൻസിനൊക്കെ ഇറങ്ങണം എന്ന് തന്നെയാണ് ആഗ്രഹം. ലോകം അറിയപ്പെടണമെന്നാ ഞങ്ങളുടെ ആഗ്രഹം. ശരിക്കും എന്താ ഇതിനൊക്കെ പോവാത്തെ? അത് എല്ലാത്തിനും അടിസ്ഥാനമായിട്ട് സാമ്പത്തികമാണല്ലോ. ഈ താമസിക്കുന്ന വീട് ഇത് വാടകയ്ക്ക് ഇപ്പൊ വാടകയ്ക്ക് താമസിക്കുന്നത്. ശരിക്കും പ്രജനെ ഇവർക്കൊക്കെ കഴിവുണ്ട്. ഇത്രയും കഴിവെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അത് നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും. ഈ കഴിവുണ്ടെങ്കിൽ പോലും അത് ലോകം അറിയണമെന്നുണ്ടെങ്കിൽ സാമ്പത്തികം വലിയൊരു സംഭവമാണ്. മോൾ എന്ത് വേറെ ചെയ്യുന്നത്? ഞാൻ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുണ്ട്. 3 സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, കളരിപ്പയറ്റും യോഗ എടുക്കും. എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ട് അവിടെ? 35 കുട്ടികളുണ്ട്. 35 കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഓൺലൈനായിട്ടും പഠിപ്പിക്കുന്നുണ്ടല്ലേ? ഓൺലൈനായിട്ട്. പ്രജനെ വേറൊരു കാര്യം നോക്കണം, ഇത്ര ചെറുപ്രായത്തില് ഇത്രയും കാര്യങ്ങൾ സാമ്പത്തികത്തിന് വേണ്ടി അങ്ങനെ ഒരു സംഭവം കൂടെ ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്താലുണ്ടല്ലോ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ഒരാളാവും. നമ്മുടെ ഇന്ത്യയുടെ പേര് ലോകത്ത് മൊത്തം എത്തുക ഈ ഒരു ഇതില്. അത് തന്നെ ഇവരെയൊക്കെയാണ് സപ്പോർട്ട് ചെയ്ത് വരേണ്ടത്. ഇതെന്റെ അച്ഛനാണ്, ബാലകൃഷ്ണൻ പേര്. സപ്പോർട്ട് എങ്ങനെയുണ്ട്? നല്ല സപ്പോർട്ട്. ഏറ്റവും സപ്പോർട്ട് അല്ലേ? എന്താ ചെയ്യുന്നേ? ഞാൻ കരാട്ടയുടെ ഇൻസ്ട്രക്ടറാണ്. കരാട്ടയൊക്കെ ചെയ്യുന്നത്. അപ്പൊ മോക്ക് വലിയൊരു സപ്പോർട്ടായി അല്ലയോ? അതെ അതെ. ശരിക്കും നാട്ടുകാരൊക്കെ എങ്ങനെയുണ്ട്? നാട്ടുകാർ വളരെ സപ്പോർട്ടീവാണ്. എല്ലാവരും നല്ല രീതിയിലാണ് പോകുന്നത്. പഞ്ചായത്തിന്റെയും ഒക്കെ ഭാഗത്തുനിന്ന് ഇച്ചിരി നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടെങ്കിൽ കൂടുതൽ നല്ല ഉയരത്തിൽ എത്തിയേനെ. ലോകം അറിയപ്പെടും. അയർക്കുന്നം പഞ്ചായത്തൊക്കെ കൂടി സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ മോള് വേറെ ലെവലിലെത്തും. ഈ നാട് അറിയപ്പെടും, ഇന്ത്യ അറിയപ്പെടും അല്ലേ? ഞങ്ങൾ തന്നെ കണ്ട് ഞെട്ടിപ്പോയി. ചെറിയ സംഭവമല്ല. ഏത് കോളേജിലാണ് പഠിക്കുന്നത്? ഞാൻ കോട്ടയം ബെസേലിയസ് കോളേജിലാണ് പഠിക്കുന്നത്. 3ാം വർഷ വിദ്യാർത്ഥി. ഒരു സംഭവമല്ല, സാധാരണ നമ്മൾ ഒന്ന് പ്രതീക്ഷിച്ച് വന്നതാ. എന്തൊക്കെ ചെയ്യുന്നെന്ന് ചോദിച്ചേ. ഞാൻ കളരിപ്പയറ്റുണ്ട്, അതുപോലെ സ്പോർട്സ് യോഗ, പിന്നെ കരാട്ടെ ഉണ്ട്, പിന്നെ ബോഡി ബിൽഡിംഗിലെ ഫിറ്റ്നസ് ഫിസിക് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ കോമ്പീറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ എല്ലാ സംഭവങ്ങളും ഉണ്ട്. അയാൾക്ക് പാതിരാത്രിയല്ല എവിടെ വേണേ പോകാൻ പറ്റും. കുട്ടികളോടും മുതിർന്നവരോടും എന്താ പറയാനുള്ളത്? ഇപ്പോഴത്തെ പുതിയ ജനറേഷനിലെ കുട്ടികൾ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസിൽ എൻഗേജ് ആകുക. ഫിസിക്കൽ ആക്ടിവിറ്റി, കളരിപ്പയറ്റ്, കരാട്ടെ, യോഗ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എൻഗേജ് ആകണം. കാരണം ഇപ്പോൾ ഒത്തിരി ജീവിതശൈലി രോഗങ്ങളൊക്കെ എല്ലാവർക്കും വരുന്ന ടൈമാണ്. പ്രായഭേദമന്യേ വരുന്നതാണ്. അപ്പം പുതിയ കുട്ടികളൊക്കെ എന്തിലേലുമൊക്കെ എൻഗേജ് ആയി ഫിറ്റ് ആയിട്ടിരിക്കുക. തീർച്ചയായിട്ടും ഇത് കാണുമ്പോൾ എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആണ് അല്ലേ? എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിക്കുക.